എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 15 കപിലോപദേശം. ഭാഗവതം തൃതീയ സ്കന്ധത്തിന്റെ അവസാനത്തിൽ 25 അധ്യായം മുതൽ 33 അധ്യായം കൂടി ഉൾപ്പെടുന്ന രീതിയിൽ 9 അധ്യായങ്ങളിലായി പ്രതിപാദിച്ചിരിക്കുന്ന കപിലോപദേശത്തിന്റെ സാരസംക്ഷേപമാണ് ഈ ദശകം 15. ഭാഗവതത്തിലെ ഓരോ അധ്യായങ്ങളാണ് ഇവിടെ മേൽപ്പത്തൂർ ഓരോ ശ്ലോകങ്ങളിലായി സംഗ്രഹിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദശകം 14 നമ്മൾ കണ്ടു, സ്വയംഭുവ മനുവിന്റെ പുത്രിയായ ദേവഹൂതിയെ കർദമ പ്രജാപതി വിവാഹം കഴിച്ചു. അവർക്ക് 9 പെൺമക്കളുണ്ടായി. ശേഷം ഭഗവാൻ തന്നെ കപിലൻ എന്ന പേരിൽ പുത്രനായി അവതരിക്കുകയും ചെയ്തു. അതിനുശേഷം ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം കർദമ പ്രജാപതി തന്റെ 9 പെൺമക്കളെയും മരീചി മുതലായ മഹർഷിമാർക്കായി വേളി കഴിച്ചു കൊടുത്തു. അങ്ങനെ തന്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയ കർദമ മഹർഷി തന്റെ പുത്രനായി അവതരിച്ച ഭഗവാനായ കപില വാസുദേവന്റെ മുന്നിൽ വന്ന് നിന്ന് ഭഗവാനോട് പറഞ്ഞു, തന്റെ കർമ്മമാകുന്ന സൃഷ്ടികർമ്മം പൂർത്തിയായിരിക്കുന്നു. ആയതിനാൽ അങ്ങയെ എപ്പോഴും മനസ്സിൽ സ്മരിച്ച് പരമാനന്ദത്തിൽ മുഴുകി സന്യസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയതിന് അങ്ങയുടെ അനുഗ്രഹവും അനുവാദവും നൽകിയാലും. അങ്ങനെ കർദമ പ്രജാപതിയുടെ ആവശ്യം മനസ്സിലാക്കി കപില വാസുദേവൻ കർദമ മഹർഷിയെ അനുഗ്രഹിച്ചു. അതോടെ മഹർഷി തപസ്സിനായി പോവുകയും അതിലൂടെ മോക്ഷമടയുകയും ചെയ്തു. എന്നാൽ കപിലനാകട്ടെ സ്വന്തം മാതാവിന്റെ പരിചരണം ഏറ്റുവാങ്ങി അങ്ങനെ ബിന്ദു സരസിന്റെ തീരത്തുള്ള ആ ആശ്രമത്തിൽ അമ്മയോടൊപ്പം വസിക്കുകയും ചെയ്തു. ഒരു നാൾ ദേവഹൂതി തന്റെ പുത്രനായ കപില വാസുദേവന്റെ അരികിൽ വന്ന് പറഞ്ഞു, മകനെ, പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടിയ ശരീരമാകുന്ന തേരിൽ ദിക്കറിയാതെ തേര് തെളിക്കുന്ന അജ്ഞാനത്തിൽ മുങ്ങിയ ഒരാത്മാവാണ് ഞാൻ. ഈ സംസാരത്തിൽ ബോധം നഷ്ടപ്പെട്ട് ഇപ്രകാരം അലയുന്ന ജീവാത്മാക്കൾക്ക് ആ സ്വയം ബോധം നൽകുവാനും എൻ്റെ പുത്രരൂപത്തിൽ അവതരിച്ചവനുമായ സാക്ഷാൽ പരമാത്മാവിൽ ഞാൻ ഇതാ അഭയം പ്രാപിച്ചിരിക്കുന്നു. മകനെ, നിന്റെ പിതാവും മഹാത്മാവും മഹാജ്ഞാനിയുമായ കർദമമുനിയോടൊപ്പം ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചെങ്കിലും അദ്ദേഹത്തിൽ നിന്നും ആ ജ്ഞാനം നേടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ആയതിനാൽ ഞാൻ എൻ്റേത് മുതലായ സ്വാർത്ഥ ചിന്തകളിലും സങ്കല്പങ്ങളിലും ഉഴലുന്ന എൻ്റെ മനസ്സിനെ ജ്ഞാനമേകാൻ പുത്രരൂപത്തിലുള്ള ഹേ ഭഗവാനെ, അവിടുത്തെ ഞാനിതാ സർവദാ ശരണം പ്രാപിക്കുന്നു. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട കപില വാസുദേവൻ അമ്മയോട് പറഞ്ഞു, സുഖദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നതുമായ ശ്രേഷ്ഠമായ ആ യോഗമാർഗം ഞാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു തരാം. ആദ്യം തന്നെ അദ്ദേഹം ഭക്തിയോഗത്തിന്റെ സവിശേഷതയെക്കുറിച്ചാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് സാധാരണ ജനന മരണത്തിൽ നിന്നൊക്കെ മുക്തമായി ആ പരമാത്മാവിൽ ലയിക്കുന്നതാണ് മുക്തി എന്നാണ് പൊതുവെ എല്ലാവരും സാധാരണക്കാർ കരുതി വച്ചിരിക്കുന്നത്. എന്നാൽ അതിനുള്ള മാർഗം അതെന്താണെന്ന് മാത്രം ആർക്കും മനസ്സിലാകുന്നില്ല. സാധാരണക്കാർക്കാകട്ടെ ആ മാർഗം അതീവ ദുഷ്കരവും ബുദ്ധിമുട്ടുള്ളതുമാണ്. മോക്ഷം നേടാൻ ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ, അത് നിഷ്കാമ കർമ്മമാണ്. അതാവട്ടെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പോലും പ്രയാസമേറിയ ഒരു മാർഗവും. പലപ്പോഴും നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അറിയാതെ മായാബന്ധനത്തിൽ കുരുങ്ങി കർമ്മബന്ധനത്തിൽ പെട്ടുപോകുന്നു. അവിടെയാണ് ഭക്തിമാർഗത്തിന്റെ അല്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ പ്രസക്തി വരുന്നത്. ഭഗവാനിൽ ആ ഒരു നിഷ്കളങ്കമായ ഭക്തി അല്ലെങ്കിൽ ആ പ്രേമ ഭക്തി ഉദിക്കുന്ന ഭക്തൻ ആദ്യം തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭഗവാന്റെ ചിത്രത്തിലോ വിഗ്രഹത്തിലോ മാത്രമാണ് ഭഗവാനെ കാണാൻ തുടങ്ങുന്നത്. പിന്നെ പിന്നെ
അവൻ സ്നേഹിക്കുന്ന അവന്റെ സ്വന്തം ബന്ധുമിത്രാദികളിലും വേണ്ടപ്പെട്ടവരിലും ഭഗവാനെ കാണാൻ തുടങ്ങുന്നു. ക്രമേണ സകല ചരാചരങ്ങളിലും ഭഗവാനെ കാണാൻ തുടങ്ങുന്നു. ഭക്തനെ ലോകം മുഴുവൻ ഭഗവാൻ തന്നെ എന്ന ബോധം ഉദിക്കുന്നു. അതോടുകൂടി അയാൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവാനിലേക്ക് മാത്രമായി അർപ്പിക്കപ്പെടുന്നു. സകല ചരാചരങ്ങളിലും ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ മാത്രമെന്ന ചിന്ത കാരണം അയാളുടെ എല്ലാ കർമ്മങ്ങളും ആ ഭഗവാന് വേണ്ടി മാത്രമായി മാറുന്നു. ഇതാണ് നിഷ്കാമ കർമ്മം. അങ്ങനെ ഭക്തിയോഗത്തിലൂടെ പിന്നീട് നിഷ്കാമ കർമ്മത്തിലേക്ക് ആ ഭക്തൻ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മതിരിഹ ഗുണസക്താ ബന്ധകൃത്വേഷ്വസക്താ ത്വമൃതകൃതുപരന്തേ ഭക്തിയോഗസ്തു സക്തി മഹദനുഗമലഭ്യാ ഭക്തിരേവത്ര സാധ്യാ കപിലതനു ഇതി ത്വം ദേവഹൂത്യാ നിഗാധി. മതിഹി ഇഹ ഗുണസക്ത ബന്ധകൃത് തേഷു അസക്ത തു അമൃതകൃത് ഉപരന്തേ ഭക്തിയോഗഃ തു സക്തിം മഹദ് അനുഗമലഭ്യാ ഭക്തിഹി ഏവ അത്ര സാധ്യാ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ നിഗാധിഃ. ഇഹ ഈ ലോകത്തിൽ ഗുണസക്താ മതിഹി, അതായത് ഭൗതിക വിഷയങ്ങളിൽ സുഖവിഷയങ്ങളിൽ ആസക്തി ഉണ്ടാക്കുന്ന മതിഹി, മതി എന്നാൽ ബുദ്ധി, ആ ബുദ്ധി ബന്ധകൃത്ത് ഈ ലോകത്ത് സംസാര ബന്ധത്തിന് കാരണമായി തീരുന്നു. തേഷു എന്നാൽ അവയിൽ, ആ ഭൗതിക വിഷയങ്ങളിൽ, അസക്തഹ എന്ന് വെച്ചാൽ ആസക്തി ഇല്ലാതായാൽ തു അമൃതകൃത്ത് അത് മോക്ഷത്തിന് കാരണമായി ഭവിക്കുന്നു. അപ്പൊ ഈ ലോകത്തിലെ ഭൗതികമായ വിഷയങ്ങളോടുള്ള നമ്മുടെ മനസ്സിന്റെ ആസക്തിയാണ് ഈ സംസാര ബന്ധത്തിന് കാരണമായി തീരുന്നത്. മനസ്സ് എന്ന് ഈ ഭൗതിക വിഷയങ്ങളിലുള്ള ആസക്തി വിടുന്നുവോ, അതിനോടൊന്നും ആസക്തി ഇല്ലാതാകുന്നുവോ, അപ്പോഴാണ് അത് മുക്തിക്ക് കാരണമായി ഭവിക്കുന്നത് എന്നർത്ഥം. ഇവിടെ സംസാര ബന്ധത്തിനും ആത്മമുക്തിക്കും, ഇത് രണ്ടിനും കാരണമാകുന്നത് മനസ്സ് തന്നെയാണ്. ഒരുവന്റെ മനസ്സ് ഈ ലൗകികമായ വിഷയങ്ങളോടാണ് കൂടുതൽ ആ മനസ്സിൽ ആസക്തി എങ്കിൽ അത് ഈ ലോകത്തിൽ ഈ സംസാരത്തിലെ ബന്ധത്തിന് കാരണമാകുന്നു. എന്നാൽ അവന്റെ മനസ്സ് ഭഗവാനിലേക്കാണ് ചേർത്ത് വെക്കുന്നത്, അവന് ഭഗവാനോടാണ് ആസക്തിയെങ്കിൽ, ആ മനസ്സിൽ ആസക്തിയെങ്കിൽ അത് മുക്തിക്ക് കാരണമാകുന്നു. അപ്പൊ രണ്ടായാലും ഒരേ ഒരു കാരണം മനസ്സാണ്. ഈ മനസ്സ് ഭൗതിക വിഷയങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ഈ ലോകത്തിനോടുള്ള ആ ഒരു ജനന മരണ ചക്രത്തിൽ പെട്ട് അങ്ങനെ സംസാര ബന്ധനത്തിന് കാരണമാകും. അതേ മനസ്സ് ഭഗവാനിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അത് മുക്തിക്ക് കാരണമാകുന്നു. ഇനി ആ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വെക്കാനുള്ള മാർഗമാണ് ഭക്തിയോഗം. ഇവിടെയാണ് ഭക്തിയോഗത്തിന്റെ സവിശേഷത വരുന്നത്. ഭക്തിയോഗഃ തു സക്തിം ഉപരന്തേ. ഭക്തിയോഗമാണ് തു സക്തിം, ആ ഭൗതിക വിഷയങ്ങളോടുള്ള ആസക്തിയെ ഉപരന്തേ തടഞ്ഞു നിർത്തുന്നത്. ആ ഭക്തിയോഗമാണ് മനസ്സിനെ ഭൗതിക വിഷയങ്ങളിലേക്കുള്ള ആസക്തിയിൽ നിന്നും തടഞ്ഞ് ഭഗവാനിലേക്ക് ചേർത്ത് വെക്കുന്നത്. അത്ര ഇവിടെ മഹദനുഗമ ലഭ്യ, മഹാന്മാക്കൾ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്താൽ ഉണ്ടാകുന്ന ഭക്തി, ആ ഭക്തി തന്നെയാണ് ഏവ സാധ്യ, ഓരോരുത്തരും സമ്പാദിക്കേണ്ടത്. ഇതി ഇപ്രകാരം കപിലതനുഹു ത്വം, കപിലവാസുദേവന്റെ സ്വരൂപം സ്വീകരിച്ച ത്വം ഭഗവാനെ അങ്ങ് ദേവഹൂതിയെ ദേവഹൂതിയോട് നിഗാദിഹി അരുളി ചെയ്തു എന്ന്.
അപ്പോൾ ശാശ്വതമല്ലാത്ത ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് ഭഗവാനെ സേവിക്കാൻ ഒരു താല്പര്യമോ സമയമോ ഉണ്ടാവില്ല. ആനന്ദസ്വരൂപനായ ഭഗവാനിൽ ആസക്തി ജനിച്ചാലോ പിന്നെ ഈ ശാശ്വതമല്ലാത്ത സുഖങ്ങളുടെ പിന്നാലെയൊന്നും മനസ്സ് പോവില്ല. ഭക്തിയോഗത്തിന്റെ മാധുര്യം നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ശാശ്വതമല്ലാത്ത സുഖങ്ങളുടെ പിന്നാലെ മനസ്സ് പോവില്ല. അങ്ങനെ ഭഗവാനിലുള്ള നിഷ്കളങ്കമായ പ്രേമം തന്നെയാണ് ഭക്തി. ഈ ഭക്തിയാണ് മുക്തിക്ക് കാരണമാകുന്നത്. ഈ ഭക്തി ഉണ്ടാകാനാകട്ടെ സജ്ജന സംസർഗം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പൊ സജ്ജന സംസർഗം കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഭക്തി ലഭിക്കുന്നതാണ്. ആ ഭക്തി സമ്പാദിക്കാനാണ് ജീവിതത്തിൽ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശ്ലോകം 2. സാഖ്യശാസ്ത്ര പ്രകാരമുള്ള പ്രപഞ്ചത്തിന്റെ 25 തത്വങ്ങളെ വേർതിരിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലെ. സാഖ്യശാസ്ത്രം ഭഗവാൻ കപിലവാസുദേവനായി അവതരിച്ച് മുന്നോട്ട് വെച്ചതാണ് ഈ സാഖ്യശാസ്ത്രം. അതിലാണ് ഈ പ്രപഞ്ചത്തിന്റെ 25 തത്വങ്ങളെക്കുറിച്ച് വേർതിരിച്ചു പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം 2 പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഗുരുവിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കിയാലേ ഇത് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയുക മാത്രമാണ് നമ്മെ കൊണ്ട് സാധിക്കുന്നത്. അത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാ നിബിഹൃദബിദസാക്ഷി പൂരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യാ കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ നിഗാദിഹി. പ്രകൃതി മഹദഹങ്കാരഃ ച മാത്രാഃ ച ഭൂതാനി അഭി ഹൃദ് അഭി ദശാക്ഷി പൂരുഷഃ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗഃ മുച്യതേ അസൗ പ്രകൃത്യാ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ നിഗാദിഹി. പ്രകൃതി മൂലപ്രകൃതിയും മഹദഹങ്കാരഃ മഹത്തത്വവും മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരഃ ച അഹങ്കാരതത്വവും മാത്രാ ച 5 തന്മാത്രകളും ഭൂതാനി അഭി 5 പഞ്ചഭൂതങ്ങളും ഹൃത് അഭി മനസ്സും അഭി എന്ന് വെച്ചാൽ അപ്പോൾ ഹൃത് എന്ന് വെച്ചാൽ മനസ്സ് ഹൃത് അഭി മനസ്സും ദശാക്ഷി 10 ഇന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അങ്ങനെ 10 ഇന്ദ്രിയങ്ങളും പഞ്ചവിംശഃ പുരുഷഃ ഇതി പഞ്ചവിംശഃ 25ാമത്തേതായി പുരുഷഃ പുരുഷനും ഇതി ഇപ്രകാരം വിവിധ വിഭാഗഃ വിവിധ തത്വ ഈ 25 തത്വ വിഭാഗത്തെ മനസ്സിലാക്കിയിട്ടുള്ള അസൗ ആ പുരുഷനെ പ്രകൃതി അഥവാ മായ മുച്യതേ വിട്ടുമാറുന്നു എന്നർത്ഥം. ഇതി ഇപ്രകാരം കപിലതനുഃ ത്വം കപിലസ്വരൂപനായ നിന്തിരുവടി ഭഗവാനെ അങ്ങ് ദേവഹൂത്യ അവിടുത്തെ അമ്മയായ ദേവഹൂതിയോട് നിഗാദിഹി അരുളി ചെയ്തു. ആദ്യം തന്നെ കപില മഹർഷിയുടെ സാഖ്യശാസ്ത്രത്തെ കുറിച്ചാണ് ഇവിടെ. ആ സാഖ്യ സിദ്ധാന്തം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പുരുഷൻ എന്താണ് പ്രകൃതി എന്താണ് എന്ന് വേർപെടുത്തി പറഞ്ഞു തരികയാണ് ഇവിടെ. പുരുഷന് പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. അതെന്താണ് അങ്ങനെ പറയുന്നത്? അതാണ് ഇവിടെ കാണിക്കുന്നത്. സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങളുള്ള മൂലപ്രകൃതിയുടെ പരിണാമം അതാണ് ഈ മുഴുവൻ ലോകവും. അതായത് ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് മുഴുവൻ ലോകവും എന്ന് പറയുന്നത്
മൂലപ്രകൃതിയുടെ സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളിൽ വരുന്ന, അതിൻ്റെ തോതിൽ വരുന്ന പരിണാമം അല്ലെങ്കിൽ വ്യതിയാനം, അതാണ് ഈ മുഴുവൻ ലോകമായിട്ട് ഉണ്ട് എന്ന് ഈ മുഴുവൻ ലോകമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഉണ്ട്, ഇത് യഥാർത്ഥമാണെന്ന് നമുക്ക് തോന്നുന്നത്. എന്നാൽ പുരുഷൻ എന്നത് ജീവനാണ്. ഈ പുരുഷന് ഈ പ്രകൃതിയുമായി യാതൊരുവിധ ബന്ധവും ഇല്ല. ഇതാണ് ഈ ഒരു സാംഖ്യശാസ്ത്രത്തിൽ പറയുന്നത്. അത് പ്രകാരം ഈ പ്രകൃതിയുടെ തത്വങ്ങൾ 24 ആണെന്നാണ് പറയുന്നത്. ആ 24 തത്വങ്ങളാണ് നമ്മളിപ്പോൾ ഈ ശ്ലോകത്തിൽ കണ്ടത്. ഏറ്റവും ആദ്യം പറഞ്ഞത് മൂലപ്രകൃതി, അതായത് പ്രപഞ്ചം ഉണ്ടാകുന്നതിനുള്ള ആദി കാരണമാണ് മൂലപ്രകൃതി. ഈ മൂലപ്രകൃതിയിലെ ത്രിഗുണങ്ങൾക്ക്, സത്വരജ തമോ ഗുണങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചപ്പോഴാണ് നമുക്ക് ഈ മുഴുവൻ ആ സംഭവിച്ച നിലയിലാണ് ഇവയെല്ലാം, ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. അത് ശരിക്കും കയറിനെ പാമ്പായിട്ട് തോന്നുന്നത് പോലെയാണ്. അതായത് നമ്മൾ രാത്രിയിൽ റോട്ടിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് വഴിയിൽ ഒരു കയറ് കിടക്കണ കാണുമ്പോൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് പെട്ടെന്ന് നമ്മൾ അത് പാമ്പാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നത് പോലെ, പിന്നെ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി നോക്കുമ്പോഴാണ് അത് കയറല്ല, അത് പാമ്പല്ല, കയറാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ആദ്യം കയറിനെ നമ്മൾ പാമ്പ് എന്ന് തെറ്റിദ്ധരിച്ചൊന്നും ഭയക്കുന്നു. ഇതുപോലെ ഈ കാണുന്ന മുഴുവൻ ലോകത്തെയും ഇത് യഥാർത്ഥമാണ് എന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് അതായത് മൂലപ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളുടെ തോതിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ് നമുക്കത് ഉണ്ട് എന്ന് തോന്നുന്നത്. അങ്ങനെ ഈ പ്രകൃതി തത്വങ്ങൾ 24 എണ്ണമാണ്. പ്രപഞ്ചത്തിന്റെ ആദി കാരണം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ തത്വം മൂലപ്രകൃതി. ത്രിഗുണാത്മികമായ ഈ മൂലപ്രകൃതിയെയാണ് നമ്മൾ മായ എന്നും അവിദ്യ എന്നും ഒക്കെ വിളിക്കുന്നത്. ഈ മൂലപ്രകൃതിയെയാണ് നമ്മൾ മായ അല്ലെങ്കിൽ അവിദ്യ എന്നൊക്കെ വിളിക്കുന്നത്. ആ മായയിൽ അല്ലെങ്കിൽ ഈ മൂലപ്രകൃതിയുടെ സ്വഭാവമാണ് സത്വരജ തമോ ഗുണങ്ങൾ. ഈ ഗുണങ്ങളുടെ തോതിൽ, അളവിൽ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇവിടെ പലത് ഉണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇനി ഈ പ്രകൃതിയിൽ തന്നെ സത്വഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ മഹത്തത്വം ഉണ്ടായി. മഹത്തത്വം എന്നാൽ ബുദ്ധിയാണ്. ബുദ്ധിയെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. അത് സത്വഗുണം കൂടി നിൽക്കുന്ന സത്വഗുണത്തിന്റെ തോത് കൂടിയ അവസ്ഥയിലാണ് മഹത്വത്വം ഉണ്ടാകുന്നത്. എന്നാൽ അതിനുശേഷം തമോ ഗുണത്തിന്റെ തോത് കൂടിയ അവസ്ഥയിൽ അഹങ്കാര തത്വം ഉണ്ടായി. അഹങ്കാരം എന്നാൽ ഞാൻ എന്ന ഒരു ആള്, അല്ലെങ്കിൽ ഞാൻ എന്ന എന്തോ ഒന്ന് ഉണ്ട് എന്ന ഭാവം, അതാണ് അഹങ്കാര തത്വം എന്ന് പറയുന്നത്. അപ്പോ മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാര തത്വം, അപ്പൊ 3 എണ്ണം കഴിഞ്ഞു. ഇനി പറയുന്നത് തന്മാത്രകൾ, 5 തന്മാത്രകൾ, അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇവയാണ് 5. ഈ 5 ഗുണങ്ങളെയാണ് 5 തന്മാത്രകൾ എന്ന് പറയുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവയാണ് 5 തന്മാത്രകൾ. ഇനി പറയുന്നത് ആ പഞ്ചഭൂതങ്ങളെയാണ്. ഭൂമി, വെള്ളം, തീയ്, കാറ്റ്, ആകാശം. ഇവ 5ഉമാണ് മഹാഭൂതങ്ങൾ അഥവാ പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിനുശേഷം അന്ധകരണം എന്ന് പറയുന്നത് മനസ്സ്. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇവ 5ഉം ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ വാക്ക്, കയ്യ്, കാല്, പായു എന്നാൽ മലമൂത്ര വിസർജന അവയവം, അതാണ് പായു. ഇനി ഉപസ്ഥം എന്നാൽ ജനനേന്ദ്രിയം. ഇവയാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പൊ 5 പഞ്ചേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, നാക്ക്, അത് 5 പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം, ഇത് 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇവ 10ഉം കൂടാതെ അന്ധകരണം എന്ന് പറയുന്നത് മനസ്സ്, 11ാമത്തെ. പിന്നെ പഞ്ചഭൂതങ്ങൾ 5, പിന്നെ 5 തന്മാത്രകള്, ഏറ്റവും ആദ്യത്തെ മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും. ഇങ്ങനെയാണ് 24 പ്രകൃതിയുടെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവയ്ക്ക് പുറമെ പുരുഷൻ എന്ന് പറയുന്ന 25ാമത്തെ ഒരു തത്വം കൂടി ഉണ്ട്. പുരുഷൻ എന്ന് പറയുന്നത് ജീവനാണ്. മനസ്സിലായോ? അപ്പൊ ഇവ വേർതിരിച്ചു മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി പുരുഷനെ, അതായത് ആ ജീവനെ പ്രകൃതി
വിട്ടൊഴിയുന്നു. മനസ്സിലായി? അതായത് ആ ജീവന് അല്ലെങ്കിൽ പുരുഷന് അഥവാ ആ ജീവന് ഞാൻ ആരാണ് വാസ്തവത്തിൽ എന്ന് മനസ്സിലാകുന്നു. അതുവരെ ഈ 24 തത്വങ്ങളോടുകൂടി നിൽക്കുന്ന പ്രകൃതി, ഈ ശരീരമാണ് ഞാൻ എന്ന വ്യക്തിബോധത്തിൽ, ഞാൻ എന്ന ബോധത്തിലാണ് പുരുഷൻ നിന്നിരുന്നത്. തെറ്റിദ്ധരിച്ച് നിൽക്കുകയായിരുന്നു. ഇവ തിരിച്ചറിയുമ്പോൾ, പ്രകൃതിയുടെ ഈ 24 തത്വങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ മായ പുരുഷനെ വിടുന്നു, ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അപ്പോഴാണ് പുരുഷനാകുന്ന ജീവൻ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് അറിയുന്നത്. അങ്ങനെ പുരുഷൻ എന്ത്, പ്രകൃതി എന്ത് എന്ന് വേർപ്പെടുത്തി നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഭഗവാൻ കപിലമൂർത്തിയുടെ സാഖ്യശാസ്ത്രം. ശ്ലോകം 3. പ്രകൃതിഗത ഗുണൗകൈനാജ്യതേ പൂരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനേ സാപ്യപേയാത് കപിലതനു ഇതി ത്വം ദേവഹൂത്യന്യഗാദിഃ. പ്രകൃതിഗത ഗുണൗകൈഃ ന ആജ്യതേ പൂരുഷഃ അയം യദി തു സജതി തസ്യാം തദ് ഗുണാഃ തം ഭജേരൻ മദനുഭജന തത്വാലോചനൈഃ സാ അപേയാത് കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദിഃ. ഇവിടെ പുരുഷൻ എന്നാൽ ആ ജീവന് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, ആ സത്വരജ തമോ ഗുണങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് അതിനോടൊക്കെ ഒരു ആസക്തി, അതിനോടൊരു താല്പര്യം, ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ, പുരുഷന് ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങളോട് ഒരു ആസക്തി വന്നാൽ അത് സംസാര ബന്ധത്തിനും, അതിൽ നിന്നൊക്കെ ഒരു വിരക്തി വന്നാൽ അത് മോക്ഷത്തിനും കാരണമാകും. എന്നാൽ ആ വിരക്തി ഭഗവത് ഭക്തി കൊണ്ട് മാത്രമേ വരികയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അയം പുരുഷഃ, അതായത് ആ പുരുഷൻ, അതായത് ആ ജീവനിൽ പ്രകൃതിഗത ഗുണൗകൈഹി, പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന്, ആ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന ജനന മരണാദി ധർമ്മങ്ങളൊന്നും തന്നെ ന ആജ്യതേ, ഇഴുകിച്ചേരുന്നില്ല എന്ന്, അതായത് അതിനോട് ഒട്ടിപ്പിടിക്കുന്നില്ല. ആ പുരുഷൻ, ആ ജീവൻ പ്രകൃതിയുടെ, യഥാർത്ഥത്തിൽ ആ പ്രകൃതിയുടെ ജനന മരണാദി ധർമ്മങ്ങൾ, അതായത് ജനന മരണം, സുഖദുഃഖം, അങ്ങനെ പ്രകൃതിയിലെല്ലാം ദ്വൈതങ്ങളാണ്, വ്യത്യാസങ്ങളാണ്. അതിനോടൊന്നും യഥാർത്ഥത്തിൽ പുരുഷന് ഒരു തരത്തിലും ബന്ധമില്ല. പുരുഷൻ പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പുരുഷന് പ്രകൃതിയുടെ ധർമ്മങ്ങളോട് ഒട്ടിപ്പിടിക്കുന്നില്ല. എന്നാൽ ആ പ്രകൃതിയുടെ നേർക്ക് യദി തു സജതി, അതായത് ആ പുരുഷന് ആ പ്രകൃതിയുടെ നേർക്ക് ഒരു ആസക്തി ഉണ്ടാവുകയാണെങ്കിലോ തദ്ഗുണ തം ഭജേരൻ, പ്രകൃതി ധർമ്മങ്ങൾ ആ പുരുഷനെ ഭജേരൻ എന്നാൽ പ്രാപിക്കുന്നു എന്ന്. അപ്പൊ പ്രകൃതിയും പുരുഷനും തമ്മിൽ യഥാർത്ഥത്തിൽ ബന്ധമില്ല. പ്രകൃതിയിലെ ജനന മരണാദി ധർമ്മങ്ങൾ ഒന്നും തന്നെ പുരുഷനെ ബാധിക്കുന്നില്ല, അതാണ് വാസ്തവം. പക്ഷേ ഈ പുരുഷന് പ്രകൃതിയുടെ നേർക്ക്, അതായത് പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളുടെ തോതിൽ വരുന്ന വ്യതിയാനം, അതാണ് ഇവിടെ എല്ലാം ഉണ്ട് എന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സർവ്വതും. അപ്പോ അങ്ങനെ കാണുന്നതിനോട് ഒരു ആസക്തി പുരുഷന് തോന്നുകയാണെങ്കിൽ ഈ പ്രകൃതിയുടെ മായ പുരുഷനെ പ്രാപിക്കുന്നു. അപ്പൊ പുരുഷൻ ഞാൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ ആ തെറ്റിദ്ധാരണയിൽ ഇതാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ജീവിക്കുന്നു. അതായത് ആ മായയിൽ പെട്ടുപോകുമ്പോൾ. മദനുഭജന തത്വാലോചനൈഹി, എന്നാൽ ആ ഭഗവാൻ പറയുകയാണ്, എന്നെ ഭജിക്കുക, കപിലമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുക. തത്വാലോചനൈഹി, എൻ്റെ തത്വം ആലോചിച്ച് മനസ്സിലാക്കുക എന്നിവ കൊണ്ട് സാ അപേയാത്ത്, ആ പ്രകൃതി ആ പുരുഷനെ വിട്ട് ഒഴിഞ്ഞു പോകുമെന്നും, അതായത് പുരുഷന് മുക്തി നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതി കപിലതനു, ഇപ്രകാരം കപില സ്വരൂപനായ ത്വം ഭഗവാനെ അങ്ങ് ദേവഹൂതിയോട് ന്യഗാദിഹി അരുളി ചെയ്തു എന്ന്.
അപ്പോൾ പ്രകൃതിയുടെ 25 തത്വങ്ങളിൽ 25ാമത്തെ തത്വമായ പുരുഷന് പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ ഉണ്ടാകുന്ന അദ്വൈതമായ സംഭവങ്ങൾ, ജനനം, മരണം, സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ജയപരാജയം എന്നിങ്ങനെയുള്ള ധർമ്മങ്ങളൊന്നും തന്നെ പുരുഷനെ ബാധിക്കുന്നില്ല. എന്നാൽ പ്രകൃതിയിൽ ആസക്തി ഉണ്ടെന്ന് വന്നാൽ, പുരുഷന് പ്രകൃതിയിൽ വരുന്ന ചലനം കാണുമ്പോൾ പുരുഷന് പ്രകൃതിയോടൊരു ആഗ്രഹം, താൻ അതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ ഭ്രമം മൂലം പ്രകൃതി ധർമ്മങ്ങളെല്ലാം തന്റെ ധർമ്മങ്ങളാണെന്ന് പുരുഷൻ തെറ്റിദ്ധരിക്കുന്നു. പ്രകൃതിയിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഈ ദ്വൈതഭാവങ്ങളൊക്കെ തൻ്റെതാണെന്ന്, താനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് എന്ന് പുരുഷന് തോന്നുന്നു. ഈ തോന്നൽ മനസ്സിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഇത് മാറണമെങ്കിൽ ഈശ്വര ഭജനം കൊണ്ടും പ്രകൃതി തത്വങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനാണ് പുരുഷൻ എന്നുമുള്ള ആ വിവേകം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് തിരിച്ചറിയണമെങ്കിൽ മനസ്സിൽ ഭഗവാനെ ഇരുത്തണം. മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് ചേർന്നിരിക്കുമ്പോൾ പ്രകൃതി വേറെ പുരുഷൻ വേറെ എന്ന് വിവേചിച്ചറിയുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്ന് മുക്തി ലഭിക്കുന്നത്. അപ്പോഴാണ് പ്രകൃതി അഥവാ മായ പുരുഷനെ വിട്ടുമാറുന്നത്. പുരുഷൻ പ്രകൃതിയെ അങ്ങോട്ട് പിടിച്ചാൽ പ്രകൃതി പുരുഷനെ ഇങ്ങോട്ടും പിടിക്കുമെന്നർത്ഥം. പുരുഷൻ അങ്ങോട്ട് ആസക്തി കാണിച്ചില്ലെങ്കിൽ, അതായത് ജീവന് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്നില്ലെങ്കിൽ, ഈശ്വരനിൽ മാത്രമേ ആസക്തി കാണിക്കുന്നുള്ളൂ എങ്കിൽ പ്രകൃതി അഥവാ മായ ആ ബന്ധം വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നർത്ഥം. ശേഷം 4ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ഭാഗത്തിൽ.